RV രാജേഷ്, ഇന്ന് ഹിമാചൽ പ്രദേശ് സർക്കാർ പോലും പൊതു അവധി നൽകിയിരിക്കുകയാണ്. പാൺ പ്രതിഷ്ഠ ആഘോഷമാക്കുവാനും അതിനുള്ള മറ്റ് ക്രമീകരണങ്ങൾ, ജനങ്ങൾക്ക് അതിനാവശ്യമായി വീടുകളിൽ പൂജകൾ നടത്തുവാനും ഒക്കെയുള്ള കാര്യത്തിന് വേണ്ടി ഹിമാചൽ പ്രദേശ് സർക്കാർ പോലും, അതായത് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനമാണ്, ഒരു മണ്ടത്തരമായ ഒരു തീരുമാനമായി പോയോ കോൺഗ്രസിന് അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ നിന്ന് വിട്ടുനിൽക്കുന്നത്? ഞാൻ ആദ്യം തന്നെ അസന്നിഗ്ധമായി പറയട്ടെ, കോൺഗ്രസ് വിശ്വാസങ്ങൾക്കെതിരായ ഒരു പാർട്ടിയല്ല, കോൺഗ്രസ് ആചാരങ്ങൾക്കെതിരായ പാർട്ടിയല്ല, കോൺഗ്രസ് അനുഷ്ഠാനങ്ങൾക്കെതിരായുള്ള പാർട്ടിയല്ല. എല്ലാ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ഒക്കെ ഉൾക്കൊള്ളുന്ന ഒരു മഹത്തായ ജനാധിപത്യ പാർട്ടിയാണ് കോൺഗ്രസ് എന്നൊരു മതേതര പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് കോൺഗ്രസ് ഇത്തരം നിലപാടുകൾ അല്ലെങ്കിൽ BJP ഉയർത്തുന്ന ഈ രാഷ്ട്രീയമായ ഈ നിലപാടുകൾ അതിനോടൊപ്പം സഞ്ചരിക്കാൻ കോൺഗ്രസിന് കിട്ടില്ല. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് വിശ്വാസികൾക്കെതിരാണ് എന്നുള്ള രീതിയിലുള്ള ഒരു പ്രചരണം നടത്തിയാൽ അത് ഈ രാജ്യത്ത് വിലപ്പോവില്ല എന്നാണ് എനിക്ക് ആദ്യമായി പറയാനുള്ളത്. പിന്നെ ഇവിടെ നടത്തിയിരിക്കുന്ന കോൺഗ്രസ് എടുത്തുള്ള നിലപാടുകൾ, ആ നിലപാടുകൾ കോൺഗ്രസ് എടുത്തത് തന്നെയാണ്, അതിനകത്ത് ആർക്കും സംശയമില്ല. പിന്നെ വിശ്വസിക്കാനുള്ള അധികാരം അത് ആർക്കുമുണ്ട്. ഒരാളിന്റെ വിശ്വാസം എന്ന് പറയുന്നത് വ്യക്തിപരമാണ്. ആ വിശ്വാസത്തിലേക്ക്, ആചാരത്തിലേക്ക്, അതല്ലെങ്കിൽ പ്രാർത്ഥനയിലേക്ക്, അമ്പലങ്ങളിലേക്ക് അല്ലെങ്കിൽ പള്ളികളിലേക്ക് ഒക്കെ പോകാനും ആരാധന നടത്താനും ഇപ്പൊ ഉത്തർപ്രദേശിലെ കോൺഗ്രസ് നേതാക്കൾ അയോധ്യ സന്ദർശനം നടത്തി. ഇനിയും കോൺഗ്രസിന്റെ നേതാക്കന്മാർ പോകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിന് രാഷ്ട്രീയമൊന്നും ഞങ്ങൾ കാണുന്നില്ല. പക്ഷെ ഇവിടെ ഉണ്ടായിട്ടുള്ള വിഷയം എന്താണ്? ഇവിടെ ഒരു അമ്പലം, ആ അമ്പലം പണി പൂർത്തിയാകുന്നതിന് മുമ്പ് ഒരു രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി ഒരു രാജ്യത്തിന്റെ ഭരിക്കുന്ന പാർട്ടിയും പ്രധാനമന്ത്രിയും ഒക്കെ അവിടെ അത്തരം രാഷ്ട്രീയ മുതലെടുപ്പ് നടക്കുന്നു. ആ മുതലെടുപ്പ് നടത്തുന്നതിനെ മാത്രമാണ് ഞങ്ങൾ എതിർക്കുന്നത്. അല്ലാതെ അവിടെ പ്രതിഷ്ഠ നടത്തുന്നതിനോ അവിടെ അമ്പലത്തിൽ ആരാധന നടത്തുന്നതിനോ എവിടെയെങ്കിലും കോൺഗ്രസ് എതിര് പറഞ്ഞിട്ടുണ്ടോ? കോൺഗ്രസിന്റെ നേതാക്കന്മാർ അവിടെ പങ്കെടുക്കില്ലേ? എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാർ പങ്കെടുക്കില്ലേ? ഇവിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നത് കൊണ്ട് മാത്രമുള്ള ഒരു വിട്ടുനിൽക്കലാണോ കോൺഗ്രസിന്? ആ രീതിയിലുമുണ്ട്. ഇപ്പോൾ അന്നത്തെ റിലീസിൽ അതും പറയുന്നുണ്ടായിരുന്നു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്നത് അതൊരു രാഷ്ട്രീയ ചടങ്ങായി മാറുന്നതിന് ഉദാഹരണമാണ്, അതുകൊണ്ട് കോൺഗ്രസ് ഇല്ല എന്ന്. പക്ഷെ അതിൽ തന്നെ ഈ കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ, ഇപ്പോൾ വടക്കേ ഇന്ത്യയിലെ പ്രത്യേകിച്ച് കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ ഭിന്ന അഭിപ്രായം വരികയാണ്. കോൺഗ്രസ് മുമ്പെങ്ങുമില്ലാത്ത രീതിയിൽ ഈ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ ഇത്രയും ഭിന്നമായ അഭിപ്രായം ഒരു വിഷയത്തിൽ വരുന്നത് അത് ഈ സമീപകാലത്ത് ആദ്യമായാണ്, അല്ലേ ശ്രീ RV രാജേഷ്? പക്ഷെ അത് മറികടക്കാൻ കോൺഗ്രസിന് കഴിയുമെന്നാണല്ലോ, അങ്ങനെയാണ് നേതാക്കൾ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത്. അല്ല, ഒരു ഭിന്നമായ അഭിപ്രായം ഇല്ലല്ലോ കോൺഗ്രസിന് ഇക്കാര്യത്തിൽ. കോൺഗ്രസ് ഏക അഭിപ്രായമല്ലേ ഈ കാര്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്? ഇവിടെ ഞങ്ങൾ ആരെങ്കിലും വിശ്വാസത്തിനെതിരായെന്ന് ഏതെങ്കിലും കോൺഗ്രസ് നേതാവ് പറഞ്ഞോ? അല്ലെങ്കിൽ ആരാധന നടത്തുന്ന എതിരാണെന്ന് ഏതെങ്കിലും കോൺഗ്രസ് നേതാവ് പറഞ്ഞോ? കോൺഗ്രസ് പാർട്ടി അങ്ങനെ നിലപാടെടുത്തിട്ടുണ്ടോ? കോൺഗ്രസ് അവിടെ ആരാധന നടത്താമെന്ന് തന്നെയാണ് കോൺഗ്രസിന്റെ നിലപാട്. പണിതീരാത്ത ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടത്തുന്നു എന്ന് പറയുമ്പോൾ, അല്ല, പണിതീരാത്ത ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടത്തുന്നു എന്ന് പറയുമ്പോൾ അതിനെ നിങ്ങൾ അപ്പോൾ ലഘൂകരിച്ച് കാണുന്നതിന് തുല്യമായിട്ട് തോന്നുന്നു. പലതവണയും പല രീതിയിലുള്ള അഭിപ്രായങ്ങൾ വരുന്നുണ്ട് കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ. അല്ല, ഒരു ക്ഷേത്രം എന്ന് പറയുന്നത് എന്താണ്? ഒരു ക്ഷേത്രം എന്ന് പറയുന്നത് ആ ആരാധനമൂർത്തിയുടെ അല്ലെങ്കിൽ ആ ദേവന്റെ ശരീരം ആണ്. ആ ശരീരത്തിലേക്ക് ഇപ്പൊ ഈ പ്രതിഷ്ഠ നിൽക്കുന്ന ശ്രീകോവിൽ എന്ന് പറയുന്നത് ദേവന്റെ തല എന്നാണ് സങ്കല്പിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ ഒരു പണിതീരാത്ത അല്ലെങ്കിൽ ഒരു ക്ഷേത്രത്തിലേക്ക് അല്ലെങ്കിൽ ശരീരഭാഗങ്ങൾ കംപ്ലീറ്റ് അല്ലാത്ത ഒരു ക്ഷേത്രത്തിലേക്ക് പ്രതിഷ്ഠ നടത്തുന്നത് എന്തുദ്ദേശത്തോടു കൂടിയാണ്? അപ്പൊ തെരഞ്ഞെടുപ്പിന് മുമ്പായി ഒരു ക്ഷേത്രം പണി തീർത്തിട്ട് ആ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടത്തുന്നത് പോലെയാണോ അപൂർണമായ അല്ലെങ്കിൽ പണി തീരാത്ത ഒരു ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടത്തുന്നത്? അപ്പൊ തെരഞ്ഞെടുപ്പിന് മുമ്പായി വളരെ വ്യക്തമായി രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി ഇത്തരം മതപരമായ ചടങ്ങുകളെ രാഷ്ട്രീയമായി ഉപയോഗിക്കുക എന്നുള്ള വ്യക്തമായ ലക്ഷ്യം അത് ആർക്കും. ക്ഷേത്രമാണെങ്കിൽ അവിടെ നിങ്ങളുടെ നേതാക്കൾ പോകുന്നുണ്ടല്ലോ, വരും ദിവസങ്ങളിൽ പോകുമെന്ന് പറയുന്നു. അപ്പോൾ അപ്പോഴത്തേക്ക് പണി കഴിയുകയുമില്ല ഇപ്പോൾ നിങ്ങൾ പറയുന്ന രീതിയാണെങ്കിൽ. അല്ല, അത് വ്യക്തിപരമല്ലേ? ക്ഷേത്രത്തിൽ പോവുക, ആരാധന നടത്തുക എന്നൊക്കെയുള്ള വ്യക്തിപരമായ കാര്യങ്ങളില്ലേ? എന്താണ് കോൺഗ്രസ് പറഞ്ഞ നിലപാട്? ഇപ്പൊ ശങ്കരാചാര്യന്മാർ ശരിവെച്ചത് അതല്ലേ? ഇപ്പൊ ഇന്ത്യയുടെ ആധ്യാത്മികതയുടെ ഒരുപക്ഷെ പുതിയ പരിപ്രേക്ഷ്യം സൃഷ്ടിച്ച ശങ്കരാചാര്യന്റെ പിന്മുറക്കാർ 4 ശങ്കരാചാര്യന്മാർ, പ്രധാനമായും പുരി ശങ്കരാചാര്യർ പറഞ്ഞ എന്താണ്? ആ ക്ഷേത്രം പണിതീരാത്ത ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടത്തുന്നത് ശരിയല്ല എന്നല്ലേ പറഞ്ഞത്? അപ്പൊ ഞങ്ങളെടുത്ത നിലപാട് ശരിയെന്നല്ലേ പറയുന്നത്? ഹിന്ദുത്വ സനാതന ധർമ്മത്തിൽ വിശ്വസിക്കുന്ന ശങ്കരാചാര്യന്മാരുടെ നിലപാട് എന്താണ് എന്നുള്ള കാര്യം പ്രസക്തമല്ലേ? അത് മാത്രമല്ല, ശങ്കരാചാര്യർ പറഞ്ഞ പുരി ശങ്കരാചാര്യർ പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്.
ജനുവരിയിലെ ഏറ്റവും നല്ല ദിവസം നോക്കിയാണ് ഈ പ്രതിഷ്ഠ നടത്തുന്നത് എന്നാണ്. അതല്ലാതെ ഒരു പ്രതിഷ്ഠ നടത്തുമ്പോൾ അല്ലെങ്കിൽ ഈശ്വരാരാധനയിൽ ദേവ ആരാധനയിൽ വിശ്വാസമുള്ള ആളാണെങ്കിൽ ആ വിശ്വാസത്തിൽ അടിയുറച്ച് നിൽക്കുന്നവരെങ്കിൽ ഏറ്റവും നല്ല മുഹൂർത്തം നോക്കിയാണ് പ്രതിഷ്ഠ നടത്തേണ്ടത്. അതല്ലേ നമ്മൾ ഹിന്ദു ആചാരപ്രകാരം കാണുന്നത്. അങ്ങനെയല്ലല്ലോ ഇവിടെ ചെയ്തിരിക്കുന്നത്. ജനുവരിയിലെ ഏറ്റവും നല്ല ദിവസം, തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള ഏറ്റവും നല്ല ദിവസം. അപ്പൊ ഇവിടെ വളരെ വ്യക്തമാണ്, ഇതൊരു രാഷ്ട്രീയ ലക്ഷ്യമാണ്. ദൈവത്തിനോടോ അല്ലെങ്കിൽ ആരാധനയോടോ വിശ്വാസത്തോടോ ഉള്ള കൂറിനപ്പുറമായി ഇതിനൊരു രാഷ്ട്രീയ മുഖം നൽകിക്കൊണ്ട് രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി ഈ പ്രതിഷ്ഠാ ചടങ്ങിനെ മാറ്റിയെടുക്കുക എന്നുള്ളത് വളരെ വ്യക്തമായി നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. അത്തരം രാഷ്ട്രീയ തീരുമാനങ്ങളെ അല്ലെങ്കിൽ അത്തരം രാഷ്ട്രീയ ലക്ഷ്യങ്ങളെ ആ രാഷ്ട്രീയ ലക്ഷ്യങ്ങളെ മാത്രമാണ് ഞങ്ങൾ എതിർക്കുന്നത്. അല്ലാതല്ല ആരാധനയോ വിശ്വാസത്തെയോ ഒന്നുമില്ല. ഇപ്പം നമുക്കറിയാലോ, ശബരിമലയിൽ വിശ്വാസം സംരക്ഷിക്കാൻ വേണ്ടി, ആചാരങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി അതിനുവേണ്ടി ശക്തമായ നിലപാടെടുത്ത പാർട്ടിയാണ് കോൺഗ്രസ്. എല്ലാ വിശ്വാസങ്ങളോടും അതാണ്. ഇവിടെ ഒരു ഭാഗത്ത് പള്ളി തകർക്കുകയും അല്ലെങ്കിൽ നമുക്കറിയാം ഓരോ സംസ്ഥാനങ്ങളിൽ നടക്കുന്ന സംഭവങ്ങൾ നമ്മൾ കണക്കാക്കുകയാണ്. അപ്പൊ അത്തരം സംഭവങ്ങൾ ഈ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ നടക്കുമ്പോൾ ഒരു ഭാഗത്ത് ഞങ്ങൾ ആരാധനയിൽ വിശ്വസിക്കുന്നു, ഞങ്ങൾ വിശ്വാസത്തിൽ വിശ്വസിക്കുന്നു, ഞങ്ങൾ വിശ്വാസികളാണ്, അല്ലെങ്കിൽ വിശ്വാസത്തിന്റെ പേരിൽ ഞങ്ങൾ വോട്ട് തരണം എന്ന് ഇൻഡയറക്റ്റായി പറയുകയാണ്. ആ ഒരു ലക്ഷ്യം അല്ലെങ്കിൽ അത്തരം രാഷ്ട്രീയത്തെ മാത്രമാണ് ഞങ്ങൾ എതിർക്കുന്നത്.